അങ്ങാടിക്ക് പോയി നെല്ലിക്കകൾ. ഒരാൾ ഒരു കുട്ടയിൽ കുറേ നെല്ലിക്കകളുമായി അങ്ങാടിയിലേക്ക് പോവുകയായിരുന്നു. കുത്തനെയുള്ള ഒരു ഇറക്കം ഇറങ്ങവേ അയാളുടെ കുട്ടയിൽ നിന്ന് ഒരു നെല്ലിക്ക തെറിച്ച് പുറത്തു വീഴുകയും താഴേക്ക് അതിവേഗത്തിൽ അത് ഉരുണ്ടുപോവുകയും ചെയ്തു. ഓ എൻ്റെ പൊന്നു നെല്ലിക്ക, നീ തന്നെത്താൻ അങ്ങാടിയിലേക്ക് പോവുകയാണല്ലേ? അതെന്തായാലും നന്നായി. നിന്റെ പുറകെ മറ്റു നെല്ലിക്കകളും ഉരുട്ടിവിട്ടാൽ അവയോ അവിടെ എത്തിക്കൊള്ളുമല്ലോ. ഭാരം ചുമന്ന് എനിക്ക് ബുദ്ധിമുട്ടുകയും വേണ്ട. ഇപ്രകാരം പെറുപെടുത്തുകൊണ്ട് അയാൾ കുത്ത താഴെ ഇറക്കി നെല്ലിക്കകൾ ഓരോന്നായി താഴേക്ക് ഉരുട്ടിവിട്ടു. അവ തന്നെത്താൻ അങ്ങാടിയിൽ എത്തിക്കൊള്ളുമല്ലോ എന്ന് സമാധാനിച്ച് ആൾ അങ്ങാടിയിലേക്ക് കയ്യും വീശി നടന്നു. അങ്ങാടിയിലെത്തി. അയാൾ അവിടെയെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചു. നെല്ലിക്കകളെ അവിടെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവ വഴിയിലെങ്ങാനും വിശ്രമിക്കുകയാവുമോ? അല്പം കഴിയുമ്പോൾ ചന്തയിലെത്തുമെന്ന് അയാൾ കരുതി. എന്നിട്ട് നെല്ലിക്കകൾ വരുന്നതും കാത്തു നിൽപ്പായി. സന്ധ്യയായി, എന്നിട്ടും നെല്ലിക്കകളുണ്ടോ വരുന്നു? ഇല്ല. സന്ധ്യ കഴിഞ്ഞപ്പോൾ അയാൾ അവിടം വിടുകയും തൻ്റെ കൂട്ടുകാരോടും പരിചയക്കാരോടും ചോദിക്കുകയും ചെയ്തു. നോക്കൂ, എൻ്റെ നെല്ലിക്കകൾ അങ്ങാടിയിലേക്ക് പോകുന്നത് കാണുന്നുണ്ടായിരുന്നോ? ഒരാൾ ചോദിച്ചു. സ്നേഹിത, ആരാണ് അവയെ ചന്തയിലേക്ക് കൊണ്ടുപോയത്? അവ ഒറ്റയ്ക്ക് തന്നെയാണ് പോയത്. അവയ്ക്ക് വഴി അത്രമാത്രം പിടിയുണ്ട്. ആളുടെ മറുപടി കേട്ടതോടെ എല്ലാവർക്കും സംഗതി പിടികിട്ടി. ഇയാൾക്ക് തനി വട്ടാം. അവർ മനസ്സിൽ പറഞ്ഞ് സ്ഥലം വിട്ടു. അയാൾ തല പുകഞ്ഞാലോചിച്ചപ്പോൾ സംഗതി പിടികിട്ടി. നെല്ലിക്കകൾ വളരെ വേഗത്തിലായിരിക്കും പോയിരിക്കുക. അതിനാൽ അവർ ചന്തയും കടന്ന് മറ്റേതെങ്കിലും സ്ഥലത്തായിരിക്കും ചെന്ന് നിന്നിരിക്കുക. അങ്ങോട്ട് പോവുക തന്നെ. അയാൾ ഒരു കുതിരയെ വാങ്ങി അതിൻ്റെ പുറത്ത് കയറി നെല്ലിക്കകൾ ചന്തയും കഴിഞ്ഞ് എത്തിയിരിക്കാനിടയുള്ള സ്ഥലങ്ങൾ ലക്ഷ്യമാക്കി പാഞ്ഞുപോയി.